Digitech 2-in-1 wireless microphone. Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad and the good till my ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ചുട്ടമല്ല ചേച്ചി. കിട്ടുസാനായില്ലേ? എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നോയിസ് ക്യാൻസലേഷൻ ചെയ്യാൻ പോവാണ്. ഇപ്പം നിങ്ങൾ കേൾക്കണത് റീവർബ് എന്നായിരിക്കും. കൊച്ച് ഇവിടെ നിൽക്കുക, അച്ഛൻ പോയിട്ട് വരാം. ഇത്രയും അകലെയാണ് ഞാൻ പാളെടുത്തോണ്ടിരിക്കണത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് ഇതാണ് സാധനം. Digitech 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. ഞാൻ അവിടെ എഴുതിയത് വായിച്ചെന്നുള്ളൂ. നമുക്കിതിൽ സ്മാർട്ട് ഫോണായിട്ടും DSLR ആയിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ വില കുറവിനൊരു മൈക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ വന്ന ഒരു സാധനമായിരുന്നു. ഇവിടെ പുറത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ വേണമെങ്കിൽ വായിക്കാം. വയർലെസ് ട്രാൻസ്മിഷൻ, അതായത് 40 മീറ്റർ വരെ നമുക്കിത് യൂസ് ചെയ്യാമെന്നാണ് പറയണത്. 40 മീറ്റർ അത് നമുക്കിവിടെ പുറത്തിറങ്ങിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അൺബോക്സിങ് കഴിഞ്ഞിട്ട്. പിന്നെ 2.4G വയർലെസ് എഴുതിയിട്ടുണ്ട്. റൺ ടൈം ഇതിൻ്റെ പറയണത് 6 മണിക്കൂറാണ്. പിന്നെ സൗണ്ട് 360 ഡിഗ്രിയിൽ ക്യാപ്ചർ ചെയ്യുന്നൊക്കെയാണ് പറയണത്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഇതിൽ ഉണ്ട് ഓപ്ഷൻ. ഇതിൻ്റെ മോഡൽ വരുന്നത് DWM116, അതായത് 116 കേട്ടോ. പിന്നെ ഇതിവിടെ എഴുതിയിട്ടുണ്ട് ടൈപ്പ് C2Cയും C2 ലൈറ്റ്നിങ് കൺവെർട്ടറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതപ്പോൾ ഉള്ളിൽ നമുക്ക് കാണാം. പിന്നെ ഇത് ആരാന്ന് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ചുട്ടമല്ല ചേച്ചി. ചുട്ടമല്ലേ അവിടേക്ക്. അപ്പോൾ നമുക്കിത് ഇനി അൺബോക്സ് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമില്ല. വേറെ ഒരു പേപ്പറാണ്, ഷോ, വെറും ഷോ. പിന്നെ ഇത് നമ്മുടെ റിസീവറാണ്. അത് പഠിക്കട്ടെ. അതിന് മുന്നേ നമുക്ക് ഈ ബോക്സിൽ നിന്നിട്ടുണ്ടെന്ന് നോക്കാം. C2C അഡാപ്റ്റർ കേട്ടോ. ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ കുറച്ച് കൂടി സ്മൂത്തായിട്ട് കിട്ടാനുള്ള സാധനം. ഇത് മറ്റേ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാവുന്ന ടൈപ്പ്. ഇത് ചാർജറിൻ്റെ കേബിൾ, ചാർജിങ് കേബിൾ കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട അഡാപ്റ്റർ ഒരെണ്ണം C2Cയും ഒരെണ്ണം C2 ലൈറ്റ്നിങ്ങും. ഓക്കെ, രണ്ടും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഷോൾഡറുമ്മ കീശയിലോ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാവുന്ന. ഇവിടെ മാഗ്നറ്റാണ്, ഇത് മാഗ്നറ്റാണ്. അങ്ങനത്തെ രണ്ടെണ്ണം. അത് 2 മൈക്കുള്ളത് കൊണ്ട് 2 എണ്ണം. ഇനിയുണ്ടല്ലോ ഇതിൽ. എന്നിട്ട് തന്നെ വീണ്ടും ഒരെണ്ണം കൂടി. ഇത്ര സാധനങ്ങളൊന്നും അതിലുള്ളത്. അപ്പോൾ നമ്മുടെ റിസീവർ ഇതിൻ്റെ അടിയിൽ എന്തോ കൂടി ഉണ്ട് കേട്ടോ. യൂസർ മാനുവൽ, ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേസ് വരുന്നത്. ഇതിൽ സൈഡിൽ ചാർജിങ്ങിൻ്റെ C ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്, സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ LED സ്ക്രീൻ വരുന്നുണ്ട്. Digitech എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിൽ മുകളിൽ ഇവിടെ ഒന്നുമില്ല. പിന്നെ ബേക്കിൽ ഇതിൻ്റെ ആമ്പ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് തുറന്നു കാണിക്കണ്ടേ? എങ്ങനെയുണ്ട്? കിട്ടുസാനായില്ലേ? എനിക്കിതിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാ. കേസും ഇത് സെറ്റ് ചെയ്ത രീതിയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വാവ്, ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ തുറക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഫീല്. അപ്പം മൈക്കുകൾ 2 എണ്ണം, റിസീവർ 1 എണ്ണം. ഓക്കെ, നമുക്ക് ഒരു മൈക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ചാർജിങ്ങിൻ്റെ ഈ സാധനം പൊളിച്ചളയണം, എന്നാലാണ് ചാർജ് കയറേണ്ടത് കാണാൻ പറ്റുള്ളൂ. ഇനി ഇതിലിട്ടാലാണത്
ചാർജ് കയറുള്ളൂ. ഓൺ ആൻഡ് ഓഫ് ഇത് ഈ അറ്റത്തുള്ള സിമ്പിളാണ്, ഇക്വലൈസർ വലിക്കുന്ന സിമ്പിളാണത്. അത് റീവർബ് ഓൺ ആയി കഴിഞ്ഞാൽ അത് ലൈറ്റ് കത്തും, ബ്ലൂ ലൈറ്റ്. നോയ്സ് ഓൺ ആയി കഴിഞ്ഞാൽ സെൻട്രലിലെ ലൈറ്റ് കത്തും. പെയറിങ് ആണെങ്കിൽ ഈ ലൈറ്റ് കത്തും. പിന്നെ ഒരു ബട്ടണാണ് ഇവിടെ ഉള്ളത്, അത് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പവർ ഓണും ഓഫും, നോയ്സ് റിഡക്ഷന്, ക്ലിക്ക് ഓൺ ദ മൾട്ടി ഫങ്ഷൻ, അതായത് ഇത് ഒരു തവണ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നോയ്സ് റിഡക്ഷൻ സ്റ്റാർട്ടാവും. 2 തവണയാണ് ഞെക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് അങ്ങനെ 2 തവണ ഞെക്കി കഴിഞ്ഞാൽ എന്നിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്കും പറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വാങ്ങണവരാരെങ്കിലും ഉണ്ടെങ്കിൽ. ലൈറ്റ് മാറിയാണോ കത്തി കിടക്കണേന്ന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നോയ്സ് ആയിരിക്കില്ല, നോയ്സ് ക്യാൻസലേഷൻ ആയിരിക്കില്ല, റീവർബ് ആയിരിക്കും. അപ്പോൾ ഈ എക്കോ അടിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ 3 തവണ ഞെക്കി കഴിഞ്ഞാൽ മ്യൂട്ടായി കിടക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. മ്യൂട്ടായി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാനുള്ള അവസ്ഥ. അതുകൊണ്ട് അതും ശ്രദ്ധിച്ചോളൂ. ഇത് ചാർജിങ്ങിൻ്റെ ആണ് കേട്ടോ, നമ്മളിപ്പോൾ സ്റ്റിക്കർ വരികേൻ്റെ. ഇത് മാഗ്നറ്റാണ്. അതുപോലെ തന്നെ ഈ ക്ലിപ്പിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു, കണ്ട. നമ്മളിപ്പോൾ ഷർട്ടിന് എവിടെയെങ്കിലുമൊക്കെ പിടിപ്പിച്ച് ക്ലിപ്പായിട്ടാണ് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചോളൂ. ഇതും പിടിക്കും കേട്ടോ. അതുപോലെ തന്നെ, അതായത് ഇത് വേണമെന്നില്ല എന്നർത്ഥം. ഇനി നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും റിസീവറിൻ്റെ ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ തന്നെ അതെ ഇവിടെ സ്റ്റാർട്ടാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ലൈറ്റ് കാണാം, ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും കൂടി നമ്മൾ എടുത്ത് സ്റ്റിക്കർ പൊളിച്ച് ചാർജ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്ക് റിസീവറിൻ്റെ ഫങ്ഷനിലേക്ക് പോവാം. നമ്മൾ ഇതും കൂടെ എടുക്കണം. ഇതാണ് റിസീവറിന് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഡിജിടെക് എന്ന് എഴുതിയിട്ടുണ്ട്. ബട്ടൺ, മൈക്രോഫോൺ വോളിയം ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത്, കൂടി വരണത്. പെയ്ഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതായത് 2 മൈക്കുകളും പെയ്ഡായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് TX1 TX2 എന്ന് എഴുതിയാണത്. ഇത് ചാർജിങ്ങിൻ്റെ എന്തോരം ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നത്. അങ്ങനെയുള്ള 3 ഓപ്ഷനുകളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഇത് പൊളിച്ച് കളയണം. പൊളിച്ച് കളഞ്ഞാലാണ് നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളിയായില്ലേ? അപ്പം C ടൈപ്പ്, പിന്നെ നമ്മുടെ 3.5mm നമ്മുടെ C2Cയുടെ ഇത് കണക്ട് ചെയ്തിട്ട് ഫോണിൽ കണക്ട് ചെയ്യാം. ചാർജ് നല്ല സ്പീഡിൽ കയറുന്നുണ്ട് കേട്ടോ. അതുകൂടെ നമുക്ക് അറിയാനും പറ്റും. 93, കാരണം 3 കൂടി പടപടയെന്നല്ല കയറണേ. അപ്പോൾ കുറച്ച് നേരം ചാർജ് കയറട്ടെ, എന്നിട്ട് അപ്പോഴേക്ക് നമ്മൾ തിരിച്ച് പാക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ചെക്കിങ്ങിലേക്ക് പോകാം. ഇതിലേക്ക് കണക്ട് ചെയ്തു, ഫോണിൽ കണക്ട് ചെയ്യാൻ പോകണം. ലൈറ്റ് കത്തണ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ലൈറ്റ് കത്തണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മൈക്ക് എടുത്ത് കണക്ട് ചെയ്യാൻ പോകണം. ഇപ്പം ഞാൻ സാധനം ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വഴി കൂടെ കുറേ കിളികളുടെ സൗണ്ട് ഉണ്ട്, പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട്. ഭയങ്കര സൗണ്ടൊന്നുമില്ല വെള്ളത്തിൻ്റെ, ഇത് സ്ലോ സൗണ്ട് തന്നെയാണ്. പിന്നെ കൊട്ട് കേൾക്കാം ഇവിടെ തൊട്ടമ്പലത്തിലെ, അത് ഇതിൽ കേൾക്കാൻ സാധ്യത കുറവായിരിക്കും. പിന്നെ വണ്ടി ഹോൺ അടിച്ചിട്ട് ഇപ്പോൾ തന്നെ വണ്ടി പോയി, ഒരു വണ്ടി വരണുണ്ട്. ഇങ്ങോട്ട് വരാണെങ്കിൽ അതിപ്പോൾ ഒരു വണ്ടി വരും, അപ്പോൾ അതിൻ്റെ നോയ്സ് എന്താ വരേണ്ടതെന്ന് നോക്കാം. പിന്നെ ഇതേ പോകണം. ഇപ്പം ഞാൻ നോയ്സ് ഓൺ ആക്കിയിട്ടില്ല, നോയ്സ് റിഡക്ഷൻ. ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. ഞാൻ ഈ അകലം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടക്കാമെന്നാണ് വിചാരിക്കണേ. നല്ല അകലം കിട്ടുക, വേണ്ട അത്ര അകലം. ട്രൈപോഡില്ലാത്ത കാരണം ഞാൻ വേറൊരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ട 10 രൂപയുടെ ഇത് വെച്ചിട്ടാണ് വരുന്നത് ചെയ്യാൻ പോണത്. അപ്പം ശരിക്കും ഇവിടുന്ന് ഇത്ര അകലുണ്ട്. ഞാൻ എന്നെ കിട്ടാൻ വേണ്ടിയിട്ട്
ഇത്ര അകലത്തിലേക്ക് വെച്ചേണതാണ് കേട്ടോ അത്. എന്നാലാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ കാണാൻ പറ്റുള്ളൂ. ഞാൻ നടന്ന് നോക്കണം എവിടെ വെച്ച് കട്ടാവണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ നടന്ന് നോക്കാം. ഇപ്പൊക്കെ ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടാവണം. ശരിക്കും നമ്മുടെ വീഡിയോയിലൊക്കെ മാക്സിമം ഇത്ര മതി. എന്നാലും നമ്മളിത് ടെസ്റ്റ് ചെയ്യണ കാരണം ഞാനിത് വീഡിയോ എടുത്ത് നടക്കണതാണ്. അറ്റം വരെ പോയി നോക്കാം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഇത്രയാണ് അതിൻ്റെ മാക്സിമം അകലം. ഇവിടെ വരെ ഞാൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീടുകളുണ്ട്, പക്ഷേ അതിലെന്നെ കാണാൻ പറ്റാത്ത കാരണം തിരിച്ച് നടക്കാണ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിൽ ഒരെണ്ണമാണ് ഞാൻ പെയർ ചെയ്യാൻ വെച്ചാണത്. ഒരെണ്ണം ഞാൻ അതിൽ അടച്ചു വെച്ചേക്കാണ്. ഇപ്പോൾ ഇതിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് അറിയില്ല. ഞാനിവിടെ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കണത് നോയ്സ് ക്യാൻസലേഷൻ ചെയ്തേണ ഓഡിയോ ആണ്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുറച്ച് കാറ്റും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട്, ഭയങ്കര കാറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഇവിടെ ഇളകണ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാണാണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ സൂം ചെയ്ത് വീഡിയോ വെച്ചാണത്. പിന്നെ ഇതിലൊരു റീവർബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കേൾക്കണത് റീവർബ് എന്നായിരിക്കും. റീവർബ് എങ്ങനെ കേൾക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അവിടെ വന്ന് വീണ്ടും വീഡിയോ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇത് കേൾക്കാം. ഈ 3 ഓപ്ഷനാണ് ഉള്ളത്: നോർമൽ, നോയ്സ് ക്യാൻസലേഷൻ, റീവർബ്. അപ്പോൾ 3ലും 3 വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ചെക്ക് ചെയ്ത് എനിക്ക് അകലെ തന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ അപ്പുറത്തുള്ള ഈ തോടിൻ്റെ, അതായത് ഈ കനാലിൻ്റെ എവിടെയെങ്കിലും ഇവരെ കൊണ്ട്, കൊച്ചിനെ കൊണ്ട് അങ്ങനെ ഫോൺ പിടിപ്പിച്ചിട്ട് ഒന്ന് അകലേക്ക് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് പോയി നോക്കാം. ഓക്കെ. ആ, അപ്പോൾ രുദ്രനെ നമ്മൾ മാക്സിമം ഏറ്റത്തേക്ക് വിടാണ്. അപ്പം റോഡിൻ്റെ സൈഡ് പിടിച്ച് പതുക്കെ പൊക്കോളൂ കേട്ടാ. അല്ലെങ്കിൽ കൊച്ച് ഇവിടെ നിൽക്കുക, അച്ഛൻ പോയിട്ട് വരാം. എന്നാൽ റോഡിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. വണ്ടികളൊന്നും വല്ലപ്പോഴേ വരുള്ളൂ. എന്നാലും സൈഡ് പിടിച്ച് പോയാൽ അവരാ പാലത്തമ്മ കയറി നിന്നോളൂട്ടാ. അവിടെയാണ് ആള് നിക്കണേ. എത്ര അകലുണ്ട് എന്താ? കാക്കപ്പാരി വന്നു പാറമേലിരുന്നു, കാക്കപ്പാരി പോയി പാറ ബാക്കിയായി. Statue over statue over statue la 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 la. ഇത്രയും അകലയിലാണ് ഞാൻ ആളെ എടുത്തോണ്ടിരിക്കണത്. ആള് പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും la 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 la. ആള് ഓടി വരണേന്റെ മെയിൻ കാരണം ആൾക്ക് ഹിന്ദിക്കാരെ കണ്ടാലോ ഭായിമാരെ കണ്ടാലോ ഒടുക്കത്തെ പേടിയാണ്. അതുകൊണ്ടാണ് ആള് നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നത്. നീ വേഗം എന്താ അവിടെ നിന്ന് പോന്നേന്ന്? ഭായിമാരെ കണ്ടിട്ടല്ലേ? ഭായിമാരെ കണ്ടപ്പോ പേടിച്ച് പോന്നതല്ലേ? ഭായിമാരെ കണ്ടിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ. അതിന് മുന്നേ മറക്കാണ്ട് ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.